ശ്രീ ടി.എസ്. ഉല്ലാസ് ബാബു, KCBCയുടെ ആശങ്കയാണ് പ്രസാദ് കുരുവിള പങ്കുവച്ചത്. സ്വാഭാവികമായും ഈ വിഷയത്തിൽ ഒരു ധൃതി പിടിച്ച സമീപനം ഉണ്ടായി എന്നാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെക്കുന്നത്. എന്താണ് BJPയുടെ ഇക്കാര്യത്തിൽ നിലപാട്? അല്ല നീലിമ, BJPയുടെ നിലപാട് വളരെ കൃത്യമായി തന്നെ ബഹുമാനനായിട്ടുള്ള BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർജിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഛത്തീസ്ഗഡ് സന്ദർശിച്ച് ഈ വ്യക്തികൾക്ക് വേണ്ടുന്നതായിട്ടുള്ള നിയമപരമായ സഹായം കൊടുക്കാനായി BJPയുടെ ഭാഗത്ത് നിന്ന് വിട്ടിട്ടുള്ള ബഹുമാനായിട്ടുള്ള ശ്രീ അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള ടീമും കൃത്യമായിട്ട് നിങ്ങളോട് ഇന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയട്ടെ. എവിടെയാണ് ഇവിടെ പ്രശ്നം? ഇവിടെ ഈ വലിയ നറേറ്റീവ് സൃഷ്ടിക്കപ്പെട്ടത് എന്തിനായിരുന്നു? ഇവിടുത്തെ മാധ്യമങ്ങൾ, ഞാൻ കൃത്യമായി തന്നെ പറയട്ടെ, അധമ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ചില കൂട്ടർ കാണിച്ചിട്ടുള്ള ഏറ്റവും മോശകരമായൊരു പ്രവൃത്തിയാണിത്. അവരെന്താണ് ഇവിടെ പറഞ്ഞുണ്ടാക്കുന്നത്? അവർ പറഞ്ഞുണ്ടാക്കുന്നത് ഹൈന്ദവ സഹോദരന്മാരും ക്രൈസ്തവ സഹോദരന്മാരും തമ്മിൽ തല്ലിക്കുക, അല്ലെങ്കിൽ BJPയും ക്രിസ്ത്യാനികളും തമ്മിൽ തല്ലണം എന്ന് പറയപ്പെടുന്ന അജണ്ടയാണ്. ഈ അജണ്ടയ്ക്ക് പുറകിൽ കൃത്യമായി പറയും, ഇസ്രായേൽ വിഷയത്തിൽ ഇന്ത്യൻ സർക്കാർ എടുത്ത തീരുമാനം, വഖഫ് വിഷയത്തിൽ ഇന്ത്യൻ സർക്കാർ എടുത്ത തീരുമാനം, ഈ തീരുമാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി തീർത്തിട്ടുള്ള പ്രയാസങ്ങളും ഇവിടുത്തെ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് എതിരാണ് എന്നുള്ളതും അതൊരു സമൂഹത്തിൻ്റെ നല്ലതായിട്ടുള്ള തീരുമാനങ്ങളാണ് എന്നുള്ളതും വന്നിരിക്കെ സർക്കാർ കുറച്ചു കാലം മുൻപ് ഒരു 4 ദിവസം മുൻപ് ഒരു കോടതി വിധി വന്നല്ലോ CPMനെതിരെ. ആദ്യം ഭാരതത്തിനോട് സ്നേഹിക്കാൻ പറഞ്ഞില്ലേ, ആ വിഷയം അടക്കം ഇതിനകത്തുണ്ട്. അതിൻ്റെയൊക്കെ പിന്നിലുള്ള തലച്ചോറുകൾ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടാണ് കേരളത്തിൽ ഈ വിഷയത്തെ വലിയ പർവ്വതീകരിച്ചത്. കൃത്യമായിട്ട് ഞാൻ പറയട്ടെ, നിയമവാഴ്ചയുള്ള നാടാണ് നമ്മുടെ. ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യത്ത് മതേതരത്വ സംവിധാനം നിലനിന്ന് പോകുന്ന സമയത്ത് ഇതേപോലെയൊക്കെ ചെയ്യാമോ എന്നൊരു കാര്യമുണ്ട്. എന്നൊരു ചോദ്യമാണല്ലോ ഇപ്പോൾ ഇവർ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. KCBCയെ പോലെയുള്ള ആരാധ്യമായിട്ടുള്ള സംഘടനയടക്കം അതിലൊരു ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമാണ്, അങ്ങനെ ആശങ്ക പ്രകടിപ്പിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വവുമാണ്. അത് അവർ ചെയ്യുകയും ചെയ്യും. പരിപൂർണമായിട്ട് അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കുകയും അവർക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ അവരെ മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ BJPക്കുമുണ്ട്. BJPയുടെ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയെ ഇവരെല്ലാവരും ബന്ധപ്പെട്ടിരുന്നല്ലോ. അദ്ദേഹം എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറഞ്ഞു? അദ്ദേഹം എന്താ ചെയ്തത്? ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ കൃത്യമായി വിളിച്ചല്ലോ, ഛത്തീസ്ഗഡ് ഉപമുഖ്യമന്ത്രിയെ വിളിച്ചല്ലോ, ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടല്ലോ, PM-ഉമായിട്ട് വരെ ബന്ധപ്പെട്ടല്ലോ. ഉന്നത കേന്ദ്രങ്ങളുമായി കൃത്യമായി ബന്ധപ്പെട്ടുകൊണ്ട് നീതിപരമായിട്ടുള്ള സുതാര്യമായിട്ടുള്ള ക്യുക്കായിട്ടുള്ള ഡിസിഷൻ എടുത്ത് ഇതിൽ നിരപരാധിത്വമുണ്ട് എങ്കിൽ പരിപൂർണമായിട്ടത് പുറത്തു കൊണ്ടുവരണമെന്നും അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് ആരാണ് എങ്കിൽ അവരെ ശിക്ഷിക്കണമെന്നുള്ള നിലപാട് തന്നെയാണ് BJPക്ക്. ബജ്രംഗ് ദൾ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. BJP ഒരു കാരണവശാലും ബജ്രംഗ് ദൾ പ്രവർത്തകരെന്നല്ല. ഇന്ത്യ മഹാരാജ്യത്തെ, നിയമവാഴ്ചയുള്ള രാജ്യത്തെ നിയമം കയ്യിലെടുക്കാൻ ഒരു തേർഡ് പാർട്ടിയെയും അംഗീകരിക്കുന്ന ഒരു സംവിധാനം BJPക്കകത്തില്ല. അവിടെ നടന്നത് നാരായൺപൂർ എന്ന് പറയപ്പെടുന്ന നക്സൽ ഏരിയയിൽ, അവിടെ ഇത്തിരി പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്. ഞങ്ങളുടെ തന്നെ സംസ്ഥാന നേതാവായിട്ടുള്ള വക്താവും കൂടിയായിട്ടുള്ള ബഹുമാനായിട്ട് ശ്രീ പത്മനാഭൻ ഇന്നലത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞില്ലേ, അദ്ദേഹം ഛത്തീസ്ഗഡിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് പോയ സമയത്ത് റൂമിൽ വന്ന് 8:30 തട്ടുന്നു. അദ്ദേഹം തട്ടിയിട്ട് ഒരു ഓഫീസറും 2 സെക്യൂരിറ്റി ഓഫീസറും വന്നു. ശ്രീ പത്മനാഭനാണോ? അതെ. നിങ്ങൾ എന്തിനു വന്നു? ഞാൻ ഇന്ന മീറ്റിങ്ങിന് വന്നു. ആ ID കാർഡ് നോക്കി, സോറി ഫോർ ഡിസ്റ്റർബൻസ്. അവർ പോകുന്നു. അവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. നമ്മൾ കേരളത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ അത് മനസ്സിലായില്ല. ഈ നാരായൺപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ മേഖലയിലെ ഈ നക്സൽ പ്രവർത്തനം ഇന്നിലും തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് 60 കിലോമീറ്റർ അപ്പുറത്ത് ദന്തേവാഡ എന്ന് പറയപ്പെടുന്ന റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിട്ട് പോലും ദുർഗ് എന്ന് പറയപ്പെടുന്ന റെയിൽവേ സ്റ്റേഷനിൽ 3 പെൺകുട്ടികളും അവരുടെ സഹോദരനും വരുന്നു. അവർ 2 ബഹുമാനരായിട്ടുള്ള കന്യാസ്ത്രീകൾ അവരെ കാത്തു നിൽക്കുന്നു. TTയും അതുപോലെ തന്നെ റെയിൽവേ ഉദ്യോഗസ്ഥരും അവരോട് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ചോദിച്ചില്ല. ആഗ്രയിലേക്ക് യാത്ര പോകുന്നു എന്ന് പറഞ്ഞു. ടിക്കറ്റ് ഉണ്ടോ? ഇല്ല. ആധാർ കാർഡ് ഉണ്ടോ? ഇല്ല. മറ്റു രേഖകളൊന്നും ഇല്ല എന്ന് അവർ കൃത്യമായി പറയുന്നു. കന്യാസ്ത്രീമാർ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. അവരുമായി സംസാരിക്കുന്നു. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം നടക്കുമ്പോൾ പോലീസിനെ വിളിക്കുന്നു. പോലീസ് വരുന്നു. പോലീസ് വന്നതിന് ശേഷം ഈ പെൺകുട്ടികളോട് ചോദിച്ചതിൽ ഒരു പെൺകുട്ടി അവിടെ മൊഴി കൊടുക്കുന്നു. എൻ്റെ സമ്മതമില്ലാതെയാണ്, എനിക്ക് താല്പര്യമില്ലാതെയാണ് കൊണ്ടുപോകുന്നത്. ആ മൊഴി നിങ്ങൾ ഇന്നലെ മാതൃഭൂമി പത്രത്തിൽ
നിങ്ങൾ നോക്കണം, അതിൽ കൃത്യമായ റിപ്പോർട്ടുണ്ട്. അവിടെയുള്ള അന്നത്തെ റിപ്പോർട്ടുകൾമാരോടും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അത് റിപ്പോർട്ടുണ്ട്. അങ്ങനെ ഒരു പെൺകുട്ടി വിരുദ്ധമായിട്ട് റിപ്പോർട്ട് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കേസെടുക്കേണ്ടി വരും. ആ നിയമപരമായി ഒരു തീരുമാനമെടുക്കുന്നു. അതിൽ ഈ കന്യാസ്ത്രീ ബഹുമാനരായിട്ടുള്ള കന്യാസ്ത്രീകൾ തെറ്റ് ചെയ്തെന്നോ അവർ ആ തെറ്റിന് കൂട്ടുനിന്നോ എന്നൊന്നും ഞങ്ങൾ വാദിക്കുന്നില്ല. അവിടെ ആ പെൺകുട്ടിയുടെ മൊഴി പ്രകാരം നിയമവാഴ്ചയുള്ള രാജ്യത്ത് പോലീസിനും മറ്റൊരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല. അവിടെ ബജ്രംഗ് ദൾ പ്രവർത്തകർ ചെയ്ത പ്രവൃത്തി അതിനൊന്നും BJP ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല. നോക്കൂ, ഈ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം 18ഓളം വരുന്ന പെൺകുട്ടികളെ അധികം കുറച്ച് കാലം, ഒരു കാര്യം പറയട്ടെ, അപ്പോൾ കുറച്ച് കാലം മുന്നേ കൊടുന്നിറക്കി ഛത്തീസ്ഗഡിൽ നിന്നും ഒഡീഷയിൽ നിന്നും അവരുടെ ആധാർ കാർഡ് തിരുത്തിയിട്ടാണ് വന്നത്. 16ഉം 15ഉം വയസ്സായിട്ടുള്ള കുട്ടികളായിരുന്നു, അവർക്ക് പ്രായപൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല. അവരെ അറസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞു 2019 അതിനുശേഷവും ഉണ്ടായി എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. 60 പേരെ ബീഹാറിൽ നിന്ന് ട്രെയിൻ മാർഗം വഴി യത്തീംഖാനയിലേക്ക് കൊണ്ടുപോയത് ഉമ്മൻചാണ്ടി സർക്കാർ കേസെടുത്തല്ലോ കേരളത്തിനകത്ത്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ട് അവിടെ ഈ പ്രശ്നങ്ങളുണ്ട്. നക്സൽ ഏരിയയാണ്, സ്കാൻഡ് ഏരിയയാണ്. അപ്പോൾ അവിടെ അന്വേഷണങ്ങൾ കൂടും, അവിടെ ചില ചെക്കിങ്ങുകൾ കൂടും. ആ ചെക്കിങ്ങുകൾ നടക്കുമ്പോൾ പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികൾ ഉണ്ടാകുന്ന സമയത്ത് നിയമപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അവിടെ നമ്മുടെ ഭാഗത്ത് നിരപരാധിത്വം ഉണ്ടെങ്കിൽ നിരപരാധിത്വം കൃത്യമായി തെളിയിക്കാനും അതിനു വേണ്ടുന്ന സഹായം ചെയ്യാനുമാണ് BJPയുടെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ സംഘമടക്കം ഛത്തീസ്ഗഡിൽ പോകുന്നതും. അവിടെ ഛത്തീസ്ഗഡിൽ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പോയി ഒരു ഷാളിട്ട് അണിയിച്ചപ്പോൾ നിങ്ങളുടെ കേരള മാധ്യമ പ്രവർത്തകരിലെ 1-2 മാധ്യമങ്ങൾ എന്താ റിപ്പോർട്ട് ചെയ്തത്? എന്തിനാണ് അനൂപ് ആന്റണിക്ക് ഷാളിട്ട് സ്വീകരിക്കണമെന്ന് ഇയാളോട് ചോദിച്ചിട്ടോടാ. അനൂപ് ആന്റണിക്ക് ഷാളിട്ട് അവിടുത്തെ മുഖ്യമന്ത്രിക്ക് സ്വീകരിക്കാൻ അത് അവരുടെ ഇഷ്ടമല്ലേ? അപ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന മാധ്യമ നറേറ്റീവുകൾക്ക് പുറകിൽ നമ്മൾ ഒരിക്കലും പോകരുത്. ബഹുമാനമായിട്ട് ക്രിസ്ത്യൻ സഹോദരന്മാരോട് പറയേണ്ടത്, ഇവിടെ BJP വേഴ്സസ് ക്രിസ്ത്യൻ എന്ന് പറയപ്പെടുന്ന നറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്, അവർ വിതയ്ക്കുന്നത് എന്തിനാണ്? കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അടുത്ത തവണ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ബദലായി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള, കൊയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിച്ചൊരു പാത ഒരുക്കി കൊടുക്കലാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ നടത്തുന്ന പണി. അതിൻ്റെ പുറകിൽ മുസ്ലിം ലീഗുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, കന്യാമറിയത്തിൻ്റെ പടം വെച്ചതിൻ്റെ പേരിൽ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ വിഷയം ഈ കാസർഗോഡ് നടന്നത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലാണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ കേരളത്തിൽ സംസാരിക്കണം. ഇടതുപക്ഷം ഇന്ന് പാർലമെൻറ്റിൽ പോയിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് പാലപ്പള്ളിയിൽ നടത്തിയ പ്രവർത്തനം, ജോസഫ് മാഷ്ട കൈകൂട്ടിയ വിഷയം, അതുപോലെ തന്നെ താമരശ്ശേരി ബിഷപ്പുമായി ബന്ധപ്പെട്ട വിഷയം, ചാവക്കാട് പള്ളിക്കെതിരെ എടുത്ത കേസ്, അങ്ങനെ അക്കമിട്ട് നിർത്തി കഴിഞ്ഞാൽ ഈ പൊതുസമൂഹത്തിനകത്ത് അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ വെറുതെ. അവരൊന്നും ഇതിൽ ഇപ്പോൾ വലിയ സംഭവമായി കൊണ്ടുവരുന്നത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തെയും ക്രൈസ്തവ വിഭാഗത്തെയും BJP രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് തർക്കമുണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രവണത. നിയമം വായിച്ച് നടക്കുമ്പോൾ ഇവിടെ കാവിയിട്ട സന്യാസിയാണ് ഈ പ്രവർത്തി ചെയ്തെങ്കിൽ കേസെടുക്കും. ഇവിടെ മുല്ലാക്കന്മാരാണ് ഇത് നടത്തിയെങ്കിൽ കേസെടുക്കും. ഇവിടെ ക്രിസ്ത്യൻ സഹോദരന്മാരാണ് നടത്തിയെങ്കിൽ കേസെടുക്കും. ആ കേസിൽ നമ്മുടെ നിരപരാധിത്വം കൃത്യമായി തെളിയിച്ച് അതിൻ്റെ അന്വേഷണം യഥാർത്ഥത്തിൽ നടത്തുക എന്നുള്ളതാണ്. പരസ്പര വിരുദ്ധമായ മൊഴി പറഞ്ഞത് കന്യാസ്ത്രീമാരല്ല, അവർക്ക് യാതൊരു തെറ്റും അതിനകത്തില്ല. അവർ പറയുന്ന ഒരു കുട്ടികൾ ഒരു കാര്യം എന്താ പറഞ്ഞത്? കുട്ടികൾ പറഞ്ഞാൽ എന്താ? നിങ്ങൾ റിപ്പോർട്ട് കൃത്യമായി നോക്ക്. കുട്ടികൾ പറഞ്ഞു ഞങ്ങൾ ഹോസ്പിറ്റൽ വീട്ടു ജോലിക്കാണ് പോകുന്നത്. ഇപ്പുറത്ത് ഒരു ടീം പറഞ്ഞു എന്താണ്, ഹോസ്പിറ്റലിലേക്ക് ജോലിക്കാണ് പോകുന്നത്. ആ പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികൾ പറഞ്ഞത് BJPക്കാരാണോ? അല്ലല്ലോ, അത് കുട്ടികളല്ലേ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് കേസ് വന്നു. ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യ വിഷയം. പിന്നെ ഇതിനെ പർവ്വതീകരിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാട് ഇവിടുത്തെ മറ്റു മാധ്യമ പ്രവർത്തകർ ചെയ്യുമ്പോൾ അതിൻ്റെ പുറകെ KCBC പോലെയുള്ള ആളുകൾ, എൻ്റെ സഹ പാനലിസ്റ്റായിട്ടുള്ള ബഹുമാനരായിട്ടുള്ള ആളുകളും പോകരുതെന്നും നിങ്ങളിതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്നും, ചില വിഷയങ്ങൾ വരുമ്പോൾ അതിന് നിയമപരമായി നേരിടുന്ന സമയത്ത് അതിന് കൺവർഷൻ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു കാര്യം കൂടി പറയാൻ നിലനിർത്താൻ 2ാം തവണ വന്നില്ലെങ്കിലും കുഴപ്പമില്ല. നോക്കൂ, ഈ വിഷയം, അതായത് ഛത്തീസ്ഗഡിലായിക്കോട്ടെ, രാജസ്ഥാനിലായിക്കോട്ടെ, അതിൻ്റെ മുൻപിലുള്ള മധ്യപ്രദേശിലായിക്കോട്ടെ, കർണാടകയിലായിക്കോട്ടെ, ഈ നിയമം പാസ്സാക്കിയത് കോൺഗ്രസ് പാർട്ടിയാണ്. ഇപ്പോൾ ഈ ഗീർവാണടിക്കുന്ന കോൺഗ്രസ്സുകാരില്ലേ, ഈ നിയമം അവിടെ പാസ്സാക്കിയിട്ട് 1968-ലും 67-ലും 64-ലും ഒക്കെ ഈ നിയമം കൊണ്ടുവരാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? അവിടെ അങ്ങനെ ഒരു വിഷയം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിയമം അവർ പാസ്സാക്കി. നിയമം തന്നെയാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. ആ നിയമപ്രകാരം തന്നെയാണ് കേസ് വന്നിട്ടുള്ളത്. എന്നിട്ടിപ്പോൾ അവരതിനെ എതിർക്കുന്നു എന്ന് പറയപ്പെടുന്നത്. ഉല്ലാസ് ബാബു, അവിടെ നിന്ന് ലഭിക്കുന്ന ഗ്രൗണ്ട് റിപ്പോർട്ട് അനുസരിച്ച് അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ പോലും ഈ വിഷയത്തിൽ ഇടപെടുകയോ ഇതിനെതിരെ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്നത് അടിവരയിട്ട് പറയേണ്ട ഒരു ഘട്ടം കൂടിയാണ്.